നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നാട്ടുകാർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഗൗരി ശങ്കർ ജംഗ്ഷൻ പരിസരത്തുള്ള താമസക്കാരും വ്യാപാരികളുമാണ് റോഡ് നിർമ്മാണം തടഞ്ഞത്. മുക്കുപണ്ട പണയക്കേസിൽ പുതിയകാവ് സ്വദേശി പോലീസ് പിടിയിൽ. പുതിയകാവ് സ്വദേശി പുഴങ്കര ഇല്ലത്ത് വീട്ടിൽ 54 വയസ്സുള്ള സിദ്ദിഖിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നടന്ന കേരള പോസ്റ്റൽ കൾച്ചറൽ കലാമത്സരങ്ങളിൽ വിജയം കൈവരിച്ചവരെ പറവൂർ പോസ്റ്റൽ ക്ലബ്ബ് ആദരിച്ചു. അനുമോദന സമ്മേളനം പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ അരുൺ ആർ കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നാട്ടുകാർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഗൗരി ശങ്കർ ജംഗ്ഷന് പരിസരത്തുള്ള താമസക്കാരും വ്യാപാരികളുമാണ് റോഡ് നിർമ്മാണം തടഞ്ഞത്. സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കാതെ മെയിൻ റോഡ് മാത്രം നിർമ്മിക്കുന്ന കരാർ കമ്പനിയുടെ നടപടിക്കെതിരായായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. 2 വർഷമായി തുടരുന്ന ദേശീയപാത നിർമ്മാണം പ്രദേശത്തെ താമസക്കാരെ ശ്വാസകോശ രോഗികളാക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിച്ചു. 2 साल से इतना दुकाना बंद होगा, इतना रोटी रोजी बंद होगा, इतना जवानों को काम नहीं चल रहा। अभी मजबूर होकर रोड पे निकला हुआ, हमारा भी काम नहीं चल रहा है। समझ रहे हैं, हमें भी जल्दी करना है, हम लोगों को लेट नहीं करना, हम लोगों को भी जल्दी करना है। हमारे पे पेनाल्टी लग रही है। रात्रि आज रात का चालू करो, नहीं तो से बंद करने का। ऐसे इधर न है, ये बाईपास में किधर भी काम करने नहीं देगा। अभी जो अरेस्ट करके पुलिस स्टेशन जाना तो हमें सही है। നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ശനിയാഴ്ചയ്ക്കകം സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ ഉറപ്പു നൽകി. സർവീസ് റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് നിർമ്മാണം തടയുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. മുക്കുപണ്ട പണയക്കേസിൽ പുതിയകാവ് സ്വദേശി പോലീസ് പിടിയിൽ. മതിലകം പുന്നക്കുരു ബസാർ പാപ്പിനിവട്ടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വ്യാജ സ്വർണ്ണവളകൾ കൊണ്ടുവന്ന് പണയം വെച്ച് 88,000 രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ പുതിയകാവ് സ്വദേശി പുഴങ്കര ഇല്ലത്ത് 54 വയസ്സുള്ള സിദ്ദിഖിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 12-നാണ് സിദ്ദിഖ് ഓരോ പവൻ വീതമുള്ള 2 മുക്കുപണ്ട വളകൾ ബാങ്കിൽ പണയം വെച്ച് തുക വാങ്ങിയത്. പണയം വച്ച വളകളെക്കുറിച്ച് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വളകൾ മുക്കുപണ്ടമാണെന്ന് മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സിദ്ദിഖിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. സമാന രീതിയിൽ മറ്റു ബാങ്കുകളിൽ പ്രതി മുക്കുപണ്ടങ്ങൾ പണയത്തിൽ വെച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. മതിലകം ഇൻസ്പെക്ടർ SHO MK ഷാജിയുടെ നേതൃത്വത്തിൽ SI രമ്യ കാർത്തികേയൻ, ASI വിനയൻ എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നടന്ന കേരള പോസ്റ്റൽ കൾച്ചറൽ കലാമത്സരങ്ങളിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചവരെ പറവൂർ പോസ്റ്റൽ ക്ലബ്ബ് ആദരിച്ചു. പറവൂർ പ്രധാന പോസ്റ്റ് ഓഫീസ് അങ്കണത്തിൽ നടന്ന അനുമോദന സമ്മേളനം പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ അരുൺ ആർ കുമാർ ഉദ്ഘാടനം ചെയ്തു. പറവൂർ സബ് ഡിവിഷനിലെ നന്ദിത, സൗപർണിക, അഞ്ജു ബാലചന്ദ്രൻ, MS സൂര്യ, KR സൂര്യ, ചിത്ര, സനലക്ഷ്മി, രാജേശ്വരി എന്നിവരെയാണ് ആദരിച്ചത്. പോസ്റ്റൽ ക്ലബ്ബ് പ്രസിഡന്റ് NP ലാലൻ അധ്യക്ഷത വഹിച്ചു. പറവൂർ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ അഖില ഉമേഷ്, P&T സൊസൈറ്റി പ്രസിഡന്റ് VP ശങ്കരനാരായണൻ, പോസ്റ്റ് മാസ്റ്റർ സ്മിത ജോർജ്, പോസ്റ്റൽ ക്ലബ്ബ് സെക്രട്ടറി PG രാമചന്ദ്രൻ, KK അശോകൻ, KK സുരേന്ദ്രൻ, KS സലീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂതപ്പാട്ട് നൃത്താവിഷ്കാരം നടന്നു. പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കുക, കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന സത്യാഗ്രഹം നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാൻ തയ്യാറായില്ലെങ്കിൽ മാലിന്യ വണ്ടികൾ തടയുമെന്ന് പ്രസാദ് പറഞ്ഞു. നമുക്കറിയാം, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിരവധി നിർദ്ദേശങ്ങളുണ്ട്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വേസ്റ്റ് മാനേജ്മെന്റുമായി മുന്നോട്ട് പോകേണ്ട കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. വേസ്റ്റ് തരംതിരിക്കുന്നതിനെ പറ്റിയും വേസ്റ്റ് സംസ്കരണത്തെ പറ്റിയും കൃത്യമായ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. പക്ഷെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട്
ഹരിത കർമ്മസേനയും ശുചീകരണ തൊഴിലാളികളും പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്തിന്റെ അധികാരികളൊക്കെ തന്നെ നോക്കുകുത്തിയായി നിന്നുകൊണ്ട് ഒരു കാഴ്ചക്കാരിൽ നിന്നുകൊണ്ട് ജനവാസ മേഖലയിൽ മാലിന്യ നിക്ഷേപം നടത്തുന്ന കാഴ്ചയാണ്. ആ കാഴ്ചയെ പറ്റിയാണ് ഇവിടെ എനിക്കും സംസാരിച്ച ആളുകൾ ഇവിടെ സൂചിപ്പിച്ചു പോയത്. മണ്ഡലം പ്രസിഡന്റ് KS സിറാജ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ, ജില്ലാ നിർവാഹക സമിതി അംഗം PK ഷംസുദ്ദീൻ, KSSPA സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, കയ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, DCC അംഗം RB മുഹമ്മദ് അലി, TS രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ ബഷീർ കൊണ്ടംപുള്ളി, KS രാജീവൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR അശോകൻ, ബീരാൻ കണ്ണെഴുത്ത്, KA ഹൈദ്രോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 60ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് മാള യൂണിറ്റിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ, ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ, മാള യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ്, സെക്രട്ടറി ബൈജു, ഷഖിൽ എന്നിവർ സംസാരിച്ചു. സംഘടന, ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനം എന്നിവയൊക്കെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും അടുത്തു നടന്ന വയനാട് ദുരന്തത്തിൽ പോലും ജനങ്ങളും സർക്കാരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ തരിച്ചു നിന്ന ആ സമയത്ത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇറങ്ങിച്ചെല്ലുകയും ഒരു ദിവസം 15,000 പേർക്ക് 45 ദിവസം കൃത്യമായി ഭക്ഷണങ്ങൾ എത്തിക്കാൻ സാധിച്ച ഒരു സംഘടനയാണ്. പുത്തഞ്ചിറ കൊമ്പത്തുകടവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുത്തഞ്ചിറ തന്നിൽ മതിയത്തുമന ഹരിനാരായണ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. വൈകിട്ട് ദീപാരാധന, ദീപക്കാഴ്ച എന്നിവ നടക്കും. ഫെബ്രുവരി 13 മുതൽ 16 വരെയാണ് ഉത്സവാഘോഷം. ഈ ദിവസങ്ങളിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകൾ, ക്ഷേത്രകലകൾ, ദേശക്കാഴ്ച, കളമ്പാട്ട്, നന്ദുണിപ്പാട്ട്, കാഴ്ചശീവേലി, താലം വരവ് എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നാട്ടുകാർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഗൗരിശങ്കർ ജംഗ്ഷന് പരിസരത്തുള്ള താമസക്കാരും വ്യാപാരികളുമാണ് റോഡ് നിർമ്മാണം തടഞ്ഞത്. കോഴിക്കോട് നടന്ന കേരള പോസ്റ്റൽ കൾച്ചറൽ കലാമത്സരങ്ങളിൽ വിജയം കൈവരിച്ചവരെ പറവൂർ പോസ്റ്റൽ ക്ലബ്ബ് ആദരിച്ചു. അനുമോദന സമ്മേളനം പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ അരുൺ ആർ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.